മാരിടൈം ബോർഡ് പിരിച്ചുവിട്ടതിനെതിരെ ഹൈക്കോടതിയിൽ ഹർജി. സർക്കാർ പിരിച്ചുവിട്ട ബോർഡിലെ അംഗം നസീർ വെമ്പായമാണ് ഹർജി നൽകിയത്. ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. മുഹമ്മദ് സാലി വിവരങ്ങൾ നൽകാനായി ചേരും. സാലി, മാരിടൈം ബോർഡ് പിരിച്ചുവിട്ടതിനെതിരെയാണ് ഹർജി. എന്താണ് ഹർജിയിൽ പറയുന്നത്? ജിൽസി, മാരിടൈം ബോർഡ് അകാരണമായി പിരിച്ചുവിട്ടു എന്നതാണ് ഈ ഹർജിയിലെ പ്രധാനപ്പെട്ട ഭാഗം. ഈ ഹർജിയിൽ പറയുന്നത് പ്രകാരം സർക്കാരിന് സ്റ്റാറ്റ്യൂട്ടറി പദവിയുള്ള ബോർഡുകൾ പിരിച്ചുവിടാനുള്ള അവകാശമില്ല. ഈ സ്റ്റാറ്റ്യൂട്ടറി ബോർഡ് പിരിച്ചുവിട്ടത് പുനഃസ്ഥാപിക്കണം എന്നതടക്കം ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഇന്ന് ഹൈക്കോടതിയിൽ ഹർജി പരിഗണിക്കുന്നത്. നേരത്തെ മാരിടൈം ബോർഡ് അംഗമായിരുന്ന നസീർ വെമ്പായം, INL നേതാവ് നസീർ വെമ്പായമാണ് ഇത്തരത്തിലൊരു ഹർജി നൽകിയിരിക്കുന്നത്. CPM-നകത്ത് തന്നെ ആലോചിച്ചെടുത്ത തീരുമാനപ്രകാരമാണ് ഇപ്പോൾ നസീർ വെമ്പായം ഇങ്ങനെ കോടതിയെ സമീപിച്ചിരിക്കുന്നത്. എന്തായാലും ഈ കോടതി വിധി മറ്റു സ്റ്റാറ്റ്യൂട്ടറി ബോർഡുകളെ സംബന്ധിച്ചും നിർണായകമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. പ്രത്യേകിച്ച് കഴിഞ്ഞ 10 വർഷം LDF സർക്കാരാണ് ഭരിച്ചത്. LDF സർക്കാർ നിയോഗിച്ച അംഗങ്ങളാണ് വിവിധ സ്റ്റാറ്റ്യൂട്ടറി ബോർഡുകളിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. അംഗങ്ങളായുള്ളത്, ചെയർമാനായുള്ളത്, ഇങ്ങനെ സ്ഥാനങ്ങളിലെല്ലാം തന്നെ LDF നിയോഗിച്ച ആളുകളാണ്. സ്വാഭാവികമായും അത് കോടതി ഏതെങ്കിലും രീതിയിൽ ഈ സ്റ്റാറ്റ്യൂട്ടറി ബോർഡ്, അതായത് മാരിടൈം ബോർഡ് പിരിച്ചുവിട്ടതിനെ ഏതെങ്കിലും രീതിയിൽ അംഗീകരിക്കുകയാണെങ്കിൽ ഇത് മറ്റ് സ്റ്റാറ്റ്യൂട്ടറി ബോർഡുകൾ കൂടി പിരിച്ചുവിടാനുള്ള സർക്കാരിൻ്റെ ഒരു കാരണമായി മാറിയേക്കും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഇന്ന് കോടതി പരിഗണിക്കുകയാണ്. ഈ കേസ് ആദ്യമായാണ് പരിഗണിക്കുന്നത്. ഇതിലുള്ള നിയമപ്രശ്നങ്ങൾ കോടതി വിശദമായി പരിശോധിക്കും എന്ന് തന്നെയാണ് നമുക്ക് ഈ നിമിഷം പറയാനാകുന്നത്. എന്തായാലും മറ്റു സ്റ്റാറ്റ്യൂട്ടറി ബോർഡുകളെ കൂടി ബാധിക്കുന്ന ഒരു കേസായി ഇത് മാറുമോ, അല്ലെങ്കിൽ ഇത് കോടതി സർക്കാരിൻ്റെ അവകാശം എന്നുള്ള രൂപത്തിൽ ഈ സ്റ്റാറ്റ്യൂട്ടറി ബോർഡ് പിരിച്ചുവിട്ടതിനെ അംഗീകരിക്കുമോ, അതുമല്ല സ്റ്റാറ്റ്യൂട്ടറി ബോർഡ്, മാരിടൈം ബോർഡ് പുനഃസ്ഥാപിക്കുമോ എന്ന കാര്യത്തിലെല്ലാം നമ്മൾ ഉറ്റുനോക്കുകയാണ് ജിൽസി. ശരി, എന്തായാലും എന്തായിരിക്കാം ഇന്നിപ്പോൾ കോടതി നടപടികളിലൂടെ ഉണ്ടാവുന്നത് എന്നുള്ളതാണ്. അപ്പോൾ കൂടുതൽ ബോർഡുകൾ പിടിച്ചുവിടാനുള്ള ഒരു അധികാരമായി ഈ ഒരു കോടതി ഉത്തരവ് അല്ലെങ്കിൽ കോടതിയുടെ തീരുമാനം സർക്കാരിനാകുമോ, അതോ ഇതിലൊരു സ്റ്റേ ഉണ്ടാകുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നോക്കിക്കാണുന്നത്. മുഹമ്മദ് സ്വാലിഹാണ് വിവരങ്ങൾ നൽകിയത്.